അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഫായിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഫായിലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരിക്കും അടുത്ത ക്ലാസ്. വിഷയങ്ങളൊക്കെ നോക്കി സെറ്റായി വരാനൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് ആദ്യം കുറഞ്ഞ് നോട്ട്സുകൾ ഫായിലിനെ കുറിച്ച് പറയാം. ഹുവ ഇസ്മുൻ മർഫൂഉൻ തഖദ്ദമഹു ഫിഅലുൻ ഔ മാ ഫി മഅനാഹു മബ്നിയുൻ ലിൽ മഅലൂം യദുല്ലു അലാ മൻ ഫഅലൽ ഫിഅല. ഹുവ ഇസ്മുൻ മർഫൂഉൻ, മർഫൂആയ ഇസ്മിനാണ് ഫാഇൽ എന്ന് പറയാം. തഖദ്ദമഹു ഫിഅലുൻ ഔ മാ ഫി മഅനാഹു, ഒരു ഫിഅലോ അല്ലെങ്കിൽ ഫിഅലിൻ്റെ മഅനയിലുള്ള മറ്റ് ഇസ്മുകളുണ്ടല്ലോ, ഇസ്മു ഫാഇൽ പോലെയുള്ള ഇസ്മുകൾ. ഇങ്ങനെയുള്ള ഇസ്മ് അല്ലെങ്കിൽ ഫിഅൽ മുന്നേ വന്ന മർഫൂആയ ഇസ്മിനാണ് ഫാഇൽ എന്ന് പറയാം. ആ മുന്നേ വരുന്ന ഫിഅൽ മബ്നിയുൻ ലിൽ മഅലൂം, മഅറൂഫ് ആയിരിക്കണം. നമ്മൾ മഅറൂഫ് മജ്ഹൂൽ ഈ രണ്ട് രൂപത്തിലുണ്ടല്ലോ. അപ്പോൾ മഅറൂഫായ ഫീൽ ആദ്യം വരണം, അതിന് ശേഷം വരുന്ന മർഫൂആയ ഇസ്മിനാണ് ഫാഇൽ എന്ന് പറയാം. യദുല്ലു അലാ മൻ ഫഅലൽ ഫിഅല ഔ ഖാമ ബിഹി. യദുല്ലു, ഈ ഫാഇൽ അറിയിക്കും, അലാ മൻ, ഒരു വ്യക്തിയുടെ മേൽ, ഫഅലൽ ഫിഅല, അവൻ ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പ്രവൃത്തി ചെയ്ത വ്യക്തി ആരാണോ അവരെ അറിയിക്കുന്ന ഒരു മർഫൂആയ ഇസ്മ. ഉദാഹരണത്തിന് ഖാമ സെയ്ദുൻ, സെയ്ദ് നിന്നു എന്ന് പറയുമ്പോൾ ഖാമ എന്ന ഒരു മബ്നിയുൻ ലിൽ മഅലൂമായ, അതായത് മഅറൂഫായ ഒരു ഫിഅൽ ആദ്യം വന്നു. അതിന് ശേഷം ഒരു മർഫൂആയ ഇസ്മ സെയ്ദുൻ എന്ന ഒരു ഇസ്മ വന്നു. ഇത് ഈ ഖാമ എന്ന പ്രവൃത്തി ചെയ്തത് ആരാണ് എന്ന് അറിയിക്കുന്ന ഒരു ഇസ്മാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇസ്മിനാണ് ഫാഇൽ എന്ന് പറയാം. ഔ അല്ലെങ്കിൽ ഖാമ ബിഹി, അല്ലെങ്കിൽ പ്രവർത്തിച്ച ആൾ എന്ന നിലക്കല്ല, ചിലപ്പോൾ ആ പ്രവൃത്തി ആരിലാണോ നിലകൊള്ളുന്നത് അയാളെ സൂചിപ്പിക്കുന്നത്. ഉദാഹരണം മരീള സെയ്ദുൻ, സെയ്ദ് രോഗിയായി എന്നറിഞ്ഞു. ഇവിടെ മരീള എന്ന ഫീലിൻ്റെ ഫാഇൽ സെയ്ദാണ്. ഒരിക്കലും സെയ്ദ് എന്നുള്ളത് ഇവിടെ മറള് എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത ആളാരാണ് എന്ന നിലക്കല്ല, മറിച്ച് മറള് ആരിലാണോ നിലനിൽക്കുന്നത് അയാളെ സൂചിപ്പിക്കുന്ന ഫീലാണ്, ഈ ഇസ്മാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഫാഇൽ വരാം. ഒന്നുകിൽ പ്രവൃത്തി ചെയ്ത ആൾ ആരാണ് എന്ന് കാണിക്കുന്നതാവാം, അല്ലെങ്കിൽ ആ പ്രവൃത്തി ആരിൽ നിലനിൽക്കുന്നു അവരെ സൂചിപ്പിക്കുന്നതാവാം. ഇനി ഫാഇൽ തന്നെ വ്യത്യസ്തമായ രൂപത്തിൽ ഫാഇൽ വരാറുണ്ട്. വയകൂനു ഇസ്മൻ ളാഹിറൻ ഔ ലമീറൻ മുത്തസിലൻ ഔ ലമീറൻ മുസ്തത്തിറൻ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഫാഇൽ വരാറുണ്ട്. ഇപ്പോൾ ആദ്യം നോക്കൂ, ലാഹിറ ഇസ്മായിട്ട് വന്ന ഒരു ഉദാഹരണമാണ് ഖാമ സെയ്ദുൻ എന്നുള്ളത്. അവിടെ സെയ്ദുൻ എന്ന ലാഹിറായ ഇസ്മാണ് ഫാഇലായി വന്നിട്ടുള്ളത്. ഇനി മുത്തസിലായ ലമീർ വരാറുണ്ട്. ഇപ്പോൾ കുംതു എന്ന് പറയുമ്പോൾ ആ ഖാമൻ്റെ ശേഷമുള്ള തു എന്ന ലമീർ, തു എന്ന മുസ്തസിലായ ലമീറാണ് അവിടെ ഫാഇൽ. ഇനി മുസ്തത്തിറായ ലമീർ ഫായിലാവാറുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് സെയ്ദുൻ ഖാമ. സെയ്ദ് മുബത്തദാട്ടോ, സെയ്ദുൻ സെയ്ദാകുന്നത്, ഖാമ അവൻ നിന്നിരിക്കുന്നു. ഇവിടെ ഖാമ എന്ന് പറയുമ്പോൾ ഈ ഖാമിൻ്റെ ഫായിൽ സെയ്ദിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ഈ ഖാമയിലുണ്ട്, അത് കാണുന്നില്ല, മുസ്തത്തിറായ ലമീറാണ്. ഈ ലമീറാണ് ഇവിടെ ഫായിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫായിൽ വ്യത്യസ്തമായ കോലങ്ങളിൽ വരും. ലാഹിറ ഇസ്മായിട്ട് വരും, ലമീറായിട്ട് വരും. അങ്ങനെ ലമീറായിട്ട് വരുമ്പോൾ തന്നെ മുത്തസിലായ ലമീറായിട്ടും മുസ്തത്തിറായ ലമീറായിട്ടും ഒക്കെ വരും. ഞാൻ ചെറിയൊരു ഉദാഹരണം, ഫായിലിന് ചെറിയൊരു ഉദാഹരണം. അതാ സെയ്ദുൻ മുനീറൻ വജ്ഹുഹു. അതാ സെയ്ദുൻ, സെയ്ദ് വന്നു.
മുനീറൻ വജ്ഹുഹു, അവൻ്റെ മുഖം പ്രകാശിക്കുന്നവനായ സ്ഥിതിയിൽ സെയ്ദ് വന്നു. നമുക്ക് ഈ വരിയുടെ ചെറിയൊരു തർക്കീബ് നോക്കാം. അതാ എന്നുള്ളത് മാദിയായ ഫിഅലാണ്. അതിൻ്റെ ഇറാബ് എന്ന് പറയാമോ? ഇറാബ് അല്ലെങ്കിൽ ബിനാ. അതാ എന്ന ഫീലിൻ്റെ അത എന്ന ഫീല് മബ്നിയാണോ മുഅറബാണോ? മബ്നിയാണ് അല്ലേ? എങ്ങനെ? എവിടെ ഫത്തഹയുടെ? ഫത്തഹ എവിടെയാണ് അല്ലേ? അതെ, മുഖദ്ദറിലാണല്ലോ കേട്ടോ. അപ്പോൾ അത്ത എന്ന് പറയുമ്പോൾ അവിടെ അവസാനം അലിഫാണല്ലോ. അവസാനം അലിഫായതുകൊണ്ട് അവിടെ മുഖദ്ദറിലാണ്. ആ അലിഫുമ്മൽ മുഖദ്ദറായ ഫത്തഹിൻ്റെ മേലാണ് മബ്നി. ഓക്കെ, അപ്പോൾ അത്ത വന്നു. ആര് വന്നു? സെയ്ദ് വന്നു. ഈ സെയ്ദ് ഫായിലാണ്, മർഫൂആണ്, വൈറാദുമ്പത്തൊന്ന് റഫുണ്ട്. പിന്നെ മുനീറൻ പ്രകാശിക്കുന്നവനായ സ്ഥിതിയിൽ, വജ്ഹുഹു എന്ന മുഖം പ്രകാശിക്കുന്നവനായ സ്ഥിതിയിൽ വന്നു. ഈ മുനീറൻ എന്നുള്ളത് ഹാലാണ്. സെയ്ദുൻ എന്നതിൽ നിന്ന് ഹാലാണ് മുനീറൻ എന്നുള്ളത്. ഹാലാകുമ്പോൾ അതിന് നെസ്ബാണിലുണ്ടാവാം. അപ്പോൾ വൈറത്തായ ഫത്തഹത്തുകൊണ്ടാണ് ഇവിടെ നെസ്ബുള്ളത്. നെസ്ബ് ചെയ്ത ആമിൽ ആരായിരിക്കും? മുനീറൻ എന്നുള്ളതിന് നെസ്ബ് ചെയ്ത ആമിൽ ആരാകുന്നു? പറയൂ. ചോദ്യം. അല്ല, നമ്മൾ ആരിൽ നിന്നാണോ ഹാല്, സെയ്ദിൽ നിന്നാണ് ഹാല് അല്ലേ? അപ്പോൾ സെയ്ദിന് അമൽ ചെയ്ത ഒരു ആമിലുണ്ടാവുമല്ലോ. സെയ്ദിന് ഇവിടെ റഫ് ചെയ്ത ആമിൽ അത്ത എന്നുള്ള ഫെയിലാണ്. ഈ സ്വാഹിബ് ഹാലിൻ്റെ, സെയ്ദിനെ കുറിച്ച് നമ്മൾ സ്വാഹിബ് ഹാൽ എന്ന് പറയാം. ഈ സ്വാഹിബ് ഹാലിൻ്റെ ആമിൽ ആയിരിക്കും ഹാലിന് നെസ്ബ് ചെയ്യുന്ന ആമിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്ത എന്നുള്ള ഈ മാദിയായ ഫെയിലാണ് മുനീറൻ എന്ന ഹാലിന് നെസ്ബ് ചെയ്യുന്ന ആൾ. എവിടെ ഹാൽ വന്നാലും അങ്ങനെ തന്നെയാണ്. ഹാലിന് നെസ്ബ് ചെയ്യുന്നത് ആ സ്വാഹിബ് ഹാലിൻ്റെ ആമിലായിരിക്കും. സ്വാഹിബ് ഹാൽ ഒന്നുകിൽ ഫായിലോ അല്ലെങ്കിൽ മഫൂലോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതിനൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ആ ഫീൽ അതായിരിക്കും ആമിൽ ചെയ്യുന്ന ആമിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ മുനീറൻ പ്രകാശിക്കുന്നവനായ സ്ഥിതിയിൽ വന്നു. എന്ത് പ്രകാശിക്കുന്നവനായ സ്ഥിതിയിൽ? വജ്ഹുഹു, അവൻ്റെ മുഖം പ്രകാശിക്കുന്നവനായ സ്ഥിതിയിൽ. ഇവിടെ വജ്ഹു എന്നുള്ളത് മുനീറൻ എന്നതിൻ്റെ ഫയലാണ്. പ്രകാശിക്കുന്നത് മുഖാണല്ലോ. അവസാനത്തെ ഹു മുലാഫിലേഹി കേട്ടോ. അവസാനത്തെ ഹു മുലാഫിലേഹി. ഇവിടെ വജ്ഹു എന്നുള്ളത് മുനീറൻ എന്നതിൻ്റെ ഫയൽ. ഞാൻ പറഞ്ഞു വരുന്നത് ഫീലിന് മാത്രമല്ല ഫയൽ ഉണ്ടാവുക, മറിച്ച് ഔ മാഫി മാനാഹു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഫീലിൻ്റെ മാനുള്ളത് അറിയില്ലേ. ഇവിടെ മുനീറൻ എന്നുള്ളത് ഫീലിൻ്റെ മാനയിലുള്ള ഒരു ഇസ്മാണ്. പ്രകാശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ അനാറ യുനീറു ആ ഫീലിൻ്റെ അർത്ഥം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇസ്മ ഫായിലിനും ഫായിൽ ഉണ്ടാവും എന്നർത്ഥം. അതിനാണ് അങ്ങനെ ഒരു ചെറിയൊരു ഉദാഹരണം കൊടുക്കുന്നത്. ഓക്കെ, ഇനി മാമിൻ ഫിഇലിൻ ഇല്ലാ ലഹു ഫായിലുൻ യകൂനു ബഅദൽ ഫിഇലി. ഏതൊരു ഫീലിനും ഫായിലുണ്ടാകും. മാമിൻ ഫീലിൻ, ഒരു ഫീലുമില്ല, ഇല്ലാ ലഹു ഫായിലുൻ, അതിന് ഫായിൽ ഉണ്ടായിട്ടല്ലാതെ ഇല്ല എന്ന് വെച്ചാൽ എല്ലാ ഫീലിനും ഫായിലുണ്ടാവും. ആ ഫായിൽ എവിടെ ഉണ്ടാവുക? യകൂനു ബഅദൽ ഫീലി, ഫീലിൻ്റെ ശേഷം ഉണ്ടാവുക. ഒരിക്കലും ഫീലിൻ്റെ മുമ്പ് ഫായിൽ വരില്ല. ഇപ്പോൾ സെയ്ദുൻ കാമ എന്നൊരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സെയ്ദുൻ കാമ, ഇവിടെ കാമൻ്റെ ഫായിൽ മുന്തി ഒന്നും പറയാൻ പാടില്ല. കാരണം ഫീലിൻ്റെ ഫായിൽ ഒരിക്കലും മുന്തി വരില്ല. പിന്നെ കാമൻ്റെ ഫായിൽ നമ്മൾ വെച്ചു, അതുപോലെ മീറാണെന്നൊക്കെ വെച്ചു അല്ലേ. ആയിക്കോട്ടെ. അപ്പോൾ ഏതായാലും ഫീലിൻ്റെ മുമ്പ് ഒരിക്കലും ഫായിൽ വരില്ല, ഫീലിന് ശേഷമേ ഉണ്ടാവുള്ളൂ. ആ ഫീലിന് ശേഷം ഫൈൻ ലാഹിറ ഇസ്മായിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫഹുൽ ഫായിൽ.
സെയ്ദുൻ ഖാമ എന്ന് പറയുമ്പോൾ ഇപ്പൊ സെയ്ദ് ഫായിലായിട്ട് പറയൂല? ഇല്ല, ഒരിക്കലും പറയാൻ പാടില്ല. സെയ്ദ് മുബത്തതാണ്. ഫായിൽ അപ്പൊ ആ ഒരിക്കലും മുന്നിൽ കാമയിൽ വരില്ല. ഹുവയാണ് അപ്പൊ? കാമയിൽ മുസ്തത്തിറായ ലമീർ ഹുവ എന്നൊക്കെ സങ്കല്പിക്കുന്ന ഒരു ലമീറുണ്ട്. ആ ലമീറാണ് കാമയുടെ ഫായിൽ. എന്നിട്ട് ആ കാമ എന്ന ഫീലും കാമ എന്ന ജുംലയാണ് ഖബർ. കാമ എന്ന ഫീലും ആ ലമീർ അടങ്ങുന്ന ഫായിലും ആ ഫായിലടങ്ങുന്ന ജുംലയാണ് സെയ്ദുൻ എന്നതിൻ്റെ ഖബർ. ഓക്കെ അല്ലേ? ഇനി ഫൈൻ ലഹറ ഫഹുവൽ ഫായിലു. ലാഹിറ ഇസ്മായിട്ട് തന്നെ അവിടെ ഫായിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഫായിൽ. പിന്നെ സംശയിക്കാനില്ല. ഏതുപോലെ കാമ സെയ്ദുൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഫീലിന് ശേഷം ലാഹിറായിട്ട് ഒരു ഇസ്മു വന്നു. അപ്പോൾ ഈ സെയ്ദാണ് അവിടെ ഫായിൽ. അതേസമയത്ത് വൈലം യുൽഹർ, ഇനി ലാഹിറ ഇസ്മായിട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഫഹു ലമീറുൻ, ഫായിലായിരിക്കും, ലമീറായിരിക്കും, മുസ്തത്തിർ മറിഞ്ഞിരിക്കുന്ന ലമീറായിരിക്കും. അതിന് ഉദാഹരണമാണ് നെഹ്വു കും ഫ അന്തിർ. കും ഫ അന്തിർ, നബി തങ്ങളോടുള്ള കൽപ്പനയാണ്. കും, നബിയെ തങ്ങൾ എഴുന്നേൽക്കൂ. ഫ അന്തിർ, ഓ നബിയെ തങ്ങൾ എന്നിട്ട് ഭയപ്പെടുത്തി അറിയിക്കൂ. താക്കീത്, വിശ്വസിക്കാത്തവർക്ക് നരകമുണ്ട് എന്ന് താക്കീത് അറിയിക്കൂ. ഇവിടെ കും എന്ന് പറയുന്നത് കാമയക്കൂമു എന്ന ഫീലിൻ്റെ അമ്രാണ്. ഇവിടെ ഈ ഫീലിന് ശേഷം ഒരു ഫായിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കും എന്നതിലുള്ള മുസ്തത്തിറായ ലമീർ, അൻത എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്ന മുസ്തത്തിറായ ലമീറാണ് അവിടുത്തെ ഫായിൽ. അതുപോലെ തന്നെയാണ് അന്തിർ എന്നുള്ളത്. അന്തറ യുന്തിറു എന്ന ഫീലിൽ നിന്നുള്ള അമ്ര ഹാദിറാണ് അന്തിർ. അവിടെയും ശേഷം ഫായിൽ പറഞ്ഞിട്ടില്ല. ഫായിൽ പറയാൻ പാടില്ലാത്ത സന്ദർഭങ്ങളിൽപ്പെട്ട സന്ദർഭമാണ് ഇതൊക്കെ. ഈ അമ്ര ഹാദിറിൻ്റെ ശേഷമൊന്നും ഇങ്ങനെ ഫായിൽ പറയാൻ പാടില്ല. ഫായിൽ പറയാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ടല്ലോ, അതിൽപ്പെട്ടാണ്. പാടില്ല എന്ന് വെച്ചാൽ അങ്ങനെ മുസ്തത്തിറായ ലമീറായിട്ടേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ സന്ദർഭങ്ങൾ. ഏതാവട്ടെ, ഇവിടെ ഫായിൽ ശേഷം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അടുത്ത മുസ്തത്തിറായ ലമീറാണ് ഇവിടുത്തെ ഫായിൽ. ഇങ്ങനെ വെക്ക്, സമയമില്ല, ക്ലാസ് ഉണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം കൊണ്ടിട്ടോ. ഇനി യഖ്ലുൽ ഫിഅലു മിൻ അലാമത്തൈ തസ്നിയത്തി വൽ ജംഇ ഇദാ ഉസ്നിദ ഇലൽ ഇസ്മിൽ വാഹിദി ബഅദഹു. പോയിൻ്റാണ്. യഖ്ലുൽ ഫിഅലു, ഫിഅൽ ഒഴിവാകും, മിൻ അലാമത്തൈ തസ്നിയത്തി വൽ ജംഇ, തസ്നിയയുടെയും ജംഇൻ്റെയും അലാമത്തുകളെ തൊട്ട് ഒഴിവാകും. എപ്പോൾ? ഇദാ ഉസ്നിദ, ഫിഅലിനെ ചേർക്കപ്പെട്ടാൽ, ഇലൽ ഇസ്മിൽ ലാഹിരി ബഅദഹു, ശേഷമുള്ള ലാഹിറായ ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടാൽ, അതായത് അതിൻ്റെ ഫായിലായിട്ട്, ഫീലിൻ്റെ ഫായിലായിട്ട് ശേഷമുള്ള ലാഹിറായ ഇസ്മ് വരികയാണെങ്കിൽ അവിടെ ഫീലിൽ എന്തുണ്ടാകാൻ പാടില്ല? തസ്നിയയുടെയോ ജംഇൻ്റെയോ അലാമത്ത് ഉണ്ടാകാൻ പാടില്ല. ആ അലാമത്തിന് തൊട്ട് ഒഴിവായിട്ടാണ് വരാം. ഓക്കെ. യുക്കാലു, ഇവിടെ പറയപ്പെടും ഫാസ ഷഹീദാനി ഫാസ ഷുഹദാഉ, ഇങ്ങനെയാണ് പറയാം. ഫാസ വിജയിച്ചു. ആര് വിജയിച്ചു? അഷഹീദാനി, രണ്ട് ഷഹീദ് വിജയിച്ചു. ഫാസ ഷുഹദാഉ, ഷുഹദാക്കൾ വിജയിച്ചു. ഇവിടെയൊക്കെ ഫാസ എന്ന ഫീലിനെ ശേഷമുള്ള ലാഹിറായ ഇസ്മിലേക്കാണ് ചേർക്കുന്നത്. ആ ലാഹിറായ ഇസ്മ നോക്കുന്ന തസ്നിയാണ് ഷഹീദാനി എന്ന് പറയുമ്പോൾ. ഫാസ ഷുഹദാഉ എന്ന് പറയുമ്പോൾ ജം ആണ്. പക്ഷേ ഫാസ എന്ന ഫീലിൽ തസ്നിയുടെയോ ജംഇൻ്റെയോ അലാമത്തുകളൊന്നും കൊടുക്കുന്നില്ല. ഫാസ അഷഹീദാനി എന്നോ ഫാസു അഷുഹദാഉ എന്നോ പറയാൻ പാടില്ല. വലാക്കിൻ, പക്ഷേ കൗമും മിനൽ അറബി, പക്ഷേ അറബികളിൽ നിന്നുള്ള ഒരു കൗമ്, യഖൂലൂൻ, അവർ പറയാറുണ്ട് ഫാസ അഷഹീദാനി ഫാസു അഷുഹദാഉ എന്ന് പറയാറുണ്ട്. അത് പ്രബലമായ ലോകത്തല്ല, ഈ ലോകത്തിനാണ്. ഇവരെ ലോകത്തിലാണ് അക്കലൂനി അൽ ബറാഗീസ് എന്നൊക്കെ ലോകത്തിന് പേരുള്ളത്. അക്കലൂനി അൽ ബറാഗീസ്, അവിടെ അക്കലനി അൽ ബറാഗീസ് എന്ന് പറഞ്ഞാൽ മതി. എന്നെ മൂട്ട കടിച്ചു എന്നുള്ളതിന് അക്കല എന്ന ഫീലിനെ ലാഹിറ ഇസ്മിലേക്ക് ചേർക്കാണല്ലോ. അപ്പോൾ ജമ്മക്കേണ്ട ആവശ്യമില്ല.
പക്ഷെ അവർ പറഞ്ഞതാണ് അക്കലൂനി അൽ ബറാഗീസ്. അങ്ങനെ ഓരോ ലോകത്തിന് അങ്ങനെയാണ് പേരുള്ളത്. ഏതാവട്ടെ അത് സാഹിത്യ സമ്പുഷ്ടമായ ലോകത്തൊന്നുമില്ല, ഫസിയ ലോകത്തൊന്നുമില്ല. ഫസിയ ലോകത്തനുസരിച്ച് പറയുകയാണെങ്കിൽ അവിടെ അക്കലനിൽ ബറാഗീസ് അല്ലെങ്കിൽ ഫാസ ഷഹീദാനി, ഫാസ ഷുഹദ, ഇങ്ങനെയൊക്കെയാണ് പറയാം. ഇനി ചില സന്ദർഭത്തിൽ ഫായിലിനെ കളയാവുന്നതാണ്. ഫായിലിനെ അല്ല, ഫീലിനെ കളയാവുന്നതാണ്. ഉദാഹരണം നോക്കൂ. ഇതാ ഖീലലക മൻ ഖറഅ അൽയൗമ, ഇന്ന് ആരാണ് വായിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഫഖുൽ തനി പറഞ്ഞു സെയ്ദുൻ, സെയ്ദ് എന്ന് പറഞ്ഞു. വെറും സെയ്ദ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചോദ്യം എന്താണ്? മൻ ഖറഅ അൽയൗമ, ഇന്ന് ആര് വായിച്ചു? അപ്പോൾ സെയ്ദുൻ, സെയ്ദുൻ എന്ന് മാത്രം നീ പറഞ്ഞു. അപ്പോൾ ഈ സെയ്ദുൻ എന്നുള്ളത് ഫായിലാണ്, മർഫു ആണ്, ലി ഫീലിൻ മഹദൂഫിൻ, കളയപ്പെട്ട ഫീലിൻ്റെ ഫായിൽ. എന്താ കളയപ്പെടാനുള്ള കാരണം? ലിൽ ഇൽമി ബിഹി, ആ ഫീല്, കളയപ്പെട്ട ഫീൽ ഏതാണെന്ന് നമുക്ക് വ്യക്തമാണല്ലോ. ഇന്ന ഫീലാണ് അവിടെ കളയപ്പെട്ടത്. ഇപ്പോൾ ഖറഅ എന്ന ഫീലാണ് അവിടെ കളയപ്പെട്ടത് എന്ന് വ്യക്തമാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. മൻ ഖറഅ അൽ യൗമ എന്ന് വെച്ചാൽ സെയ്ദുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖറഅ സെയ്ദുൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ സെയ്ദ് എന്നുള്ളത് കളയപ്പെട്ട ഫീലിൻ്റെ ഫായിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞത് ഈ ഫീല് ചിലപ്പോൾ കളയപ്പെടാറുണ്ട്. അങ്ങനെ കളയപ്പെട്ട ഫീലിൻ്റെ ഫായിലായിട്ടൊക്കെ വരാറുണ്ട് ഇസ്മ ഫായിലുകൾ. ഇനി പ്രധാനപ്പെട്ട ഒരു മസലാണ്, പലപ്പോഴും സംശയം ഉണ്ടാകുന്ന മസല. യജ്ബു തഅനീസുൽ ഫിഅലി, ഫീലിനെ മുഅന്നസാക്കൽ നിർബന്ധമാവുന്ന ഘട്ടം. ആ ഘട്ടം പറഞ്ഞതിന് ശേഷം നമ്മൾ ഫീലിനെ മുഅന്നസാക്കൽ അനുവദനീയമാവുന്ന ഘട്ടം അതും പറയാനുണ്ട്. എപ്പോഴൊക്കെ? രണ്ട് സന്ദർഭങ്ങളിലാണ് ഫീലിനെ മുഅന്നസാക്കൽ നിർബന്ധമായ ഘട്ടം. ഒന്നാമത്തെ ഘട്ടം, ഇദാ കാനൽ ഫാഇലു ലാഹിറൻ ഹഖീഖിയ തഅനീസി ഗൈറ മുൻഫസിലിൻ അനിൽ ഫീലി. ഇദാ കാനൽ ഫാഇലു, ഫാഇൽ ആയാൽ, ലാഹിറൻ, ലാഹിറായ ഇസ്മായാൽ, അതിനെ ഹഖീഖിയ തഅനീസി, ഹഖീഖിയായ മുഅന്നസായ ലാഹിറായ ഇസ്മായാൽ, മാത്രമല്ല ഗൈറ മുൻഫസിലിൻ അനിൽ ഫീലി, ഫീലിനെ തൊട്ട് വേർപ്പെടാതെ, ഫീൽ തൊട്ട് ശേഷം തന്നെ വരാം, ഈ രൂപത്തിൽ വന്ന ഹഖീഖിയായ മുഅന്നസായ ഫീൽ. ഇങ്ങനെ വന്നാൽ അവിടെ ഫീലിൻ്റെ മുഅന്നസാക്കൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് സാഫറത്ത് ഫാത്തിമത്തു, ഫാത്തിമ യാത്ര ചെയ്തു. ഇവിടെ എന്തൊക്കെ നിബന്ധന പറഞ്ഞു നമ്മൾ? ഒന്ന്, ലാഹിറായ ഇസ്മ ആവണം. ഫാത്തിമത്ത് ലാഹിറായ ഇസ്മാണ്. ഹഖീഖിയ തഅനീസി, ഹഖീഖിയായ മുഅന്നസ് ആവണം എന്ന് പറഞ്ഞു. ഫാത്തിമ എന്നുള്ളത് മജാസിയായ മുഅന്നസ് അല്ല, ഹഖീഖിയായ മുഅന്നസ് തന്നെയാണ്. പിന്നെ ഗൈറ മുൻഫസിലിൻ അനിൽ ഫീല്, ഫീലിനെ തൊട്ട് വേർപ്പെടാതെ വരണം എന്ന് പറഞ്ഞു. ഫീലിനെ തൊട്ട് വേർപ്പെടാതെ വരണം എന്ന് പറഞ്ഞു. ഇവിടെ ഫീലിനെ തൊട്ട് വേർപ്പെടാതെ തന്നെ വന്നിട്ടുള്ളത് സാഫറത്ത് എന്ന ഫീലിൻ്റെ തൊട്ട് ശേഷമാണ് ഫാത്തിമത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫീലിന് തൊട്ട് ശേഷം ലാഹിറായ ഹഖീഖിയായ മുഅന്നസ് വന്നു കഴിഞ്ഞാൽ ഫീലിനെ മുഅന്നസാക്കൽ നിർബന്ധമാണ്. അപ്പോൾ സാഫറത്ത് ഫാത്തിമത്തു തന്നെ പറയണം, സാഫറ ഫാത്തിമത്തു എന്ന് പറയാൻ പാടില്ല. ഇതാണ് ഒരു സന്ദർഭം. ഇനി രണ്ടാമത്തെ സന്ദർഭം, ഇദാ കാനൽ ഫാഇലു ലമീറൻ മുത്തസിലൻ യഊദു അലാ മുഅന്നസിൻ ഹഖീഖിയ്യിൻ ഔ മജാസിയ്യിൻ. ഇദാ കാനൽ ഫാഇലു, ഫാഇൽ ആയാൽ, ലമീറൻ മുത്തസിലൻ, മുത്തസിലായ ലമീർ ആയാൽ, യഊദു അലാ മുഅന്നസിൻ ഹഖീഖിയ്യിൻ ഔ മജാസിയ്യിൻ, ഹഖീഖിയായ മുഅന്നസിലേക്കോ അല്ലെങ്കിൽ മജാസിയായ മുഅന്നസിലേക്കോ ഒക്കെ മടങ്ങുന്ന ലമീറാണ് ഫാഇൽ എങ്കിൽ അപ്പോഴും എന്ത് നിർബന്ധമാണ്? ഫീലിനെ മുഅന്നസാക്കൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് ലൈല അക്ബലത്ത്, ലൈല വന്നു, ലൈല മുന്നിട്ട് വന്നു എന്ന അക്ബലത്ത് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ലൈല അക്ബലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ ലൈല എന്നുള്ള മുബത്തതാണ്, അക്ബലത്ത് എന്നുള്ളത് മാദിയ ഫീല്, അതിലെ ലമീറാണ്, ലൈലയിലേക്ക് മടങ്ങുന്ന ലമീറാണ് ഫായിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അക്ബലത്ത് ഇങ്ങനെ ലമീറാണ് ഫായിലായതുകൊണ്ട്
അതിന് തരീസ് ചെയ്യൽ നിർബന്ധമാണ്. നമ്മുടെ അക്ബലത്ത് എന്ന് തന്നെ പറയണം, ലൈല അക്ബല എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ അശംസു തത്തുലു, സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയുമ്പോൾ ആണോ അശംസു, ഷംസു മുബത്താണ്, തത്തുലു എന്ന ഫിഴലാണ്, തത്തുലു എന്ന ജുംലയാണ് അശംസു എന്നതിൻ്റെ ഖബർ. ഇവിടെ തത്തുലു എന്ന ജുംലയിൽ ഈ മുലാരിയായ ഫീലിൻ്റെ ഫായിൽ ആരാണ്? ഷംസിലേക്ക് മടങ്ങുന്ന ലമീറാണ്. ഇങ്ങനെ ലമീർ മടങ്ങുന്നത് കൊണ്ട് ഇവിടെ ഫീലിനെ മുഹന്നസാക്കി അശംസു യത്തുലു എന്ന് പറയാതെ അശംസു തത്തുലു എന്ന് താവ് കൊണ്ടാണ് പറഞ്ഞത്, യാവ് കൊണ്ടല്ല. കാരണം ഷംസു എന്നുള്ള മജാസിയായ മുഹന്നസാണ്. അത് മജാസിയായ മുഹന്നസാവട്ടെ ഹഖീഖിയായ മുഹന്നസാവട്ടെ ലമീർ മടങ്ങുന്നതായതുകൊണ്ട് ഫീലിനെ മുഹന്നസാക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ അൽ ഹർബു ഇൻതഹത്ത്, ഹർബ് ഷംസ് പോലെ തന്നെ മജാസിയായ മുഹന്നസാണ്. അതുകൊണ്ടാണ് ഇൻതഹ എന്ന് പറയാതെ ഇൻതഹത്ത് എന്ന് പറഞ്ഞത്. ഇൻതഹ എന്നുള്ളത് ഇൻഫഅല വസനിലുള്ള ഫെയിലാട്ടോ. ഇൻതഹ, ഇൻതഹി സർഫാക്കുമ്പോൾ ഇൻതഹത്ത് എന്നായി മാറും. ഒരു അലിഫ് കളയപ്പെട്ടിട്ടുണ്ട്. ഇൻതഹ, ഇൻതഹയ, ഇൻതഹൗ, ഇൻതഹത്ത്, ഇൻതഹത്ത, ഇൻതഹൈന, ഇൻതഹൈത്ത, ഇൻതഹൈത്തുമ, ഇൻതഹൈത്തും, ഇൻതഹൈത്തി, ഇൻതഹൈത്തുമ, ഇൻതഹൈത്തുന്ന, ഇൻതഹൈത്തു, ഇൻതഹൈന. ഇൻതഹത്ത് എന്ന് പറയുമ്പോൾ അലിഫ് കളയപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇൽത്തിഖാഉ സാക്കിനാകുമ്പോൾ കളയപ്പെടുന്നതാണ്. എങ്ങനെ ഉണ്ടാവുക അസിൽ? ഇൻതഹ എന്നാണ് ഫീൽ. ഇൻതഹ, ഇൻതഹയ, ഇൻതഹൗ, ഇൻതഹത്ത് ഇങ്ങനെ ഉണ്ടാവുക. അവിടെ അലിഫ് യാവും ഉണ്ടാവും, താവും ഉണ്ടാവും. ആ യായിന് സുക്കൂനാണ്, തായിന് സുക്കൂനാണ്. ഇൽത്തിഖാഉ സാക്കിനാകുമ്പോൾ ഒന്നാമത്തെ അക്ഷരത്തെ കളയല്ലോ, അങ്ങനെ കളയുമ്പോൾ ഇൻതഹത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ട് സന്ദർഭം പറഞ്ഞു. ഈ രണ്ട് സന്ദർഭത്തിൽ മാത്രമാണ് ഫീലിനെ മുഹന്നസാക്ക് നിർബന്ധമായ ഘട്ടം. ഇനി ഫീലിനെ അതിൽ തേനീസിൻ്റെ അലാമത്ത് കൊടുക്കൽ അനുവദനീയമായ ഘട്ടം. അവിടെ എന്തില്ല, നിർബന്ധമില്ല, കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനത്തെ രണ്ട് ഘട്ടങ്ങൾ, രണ്ട് ഘട്ടങ്ങളല്ല, അങ്ങനെ കുറച്ച് ഘട്ടങ്ങളുണ്ട്. ഒന്നാമത് നോക്കും, ഇതാ കാനൽ ഫായിലു ഹഖീഖിയ തഅനീസി മഫ്സൂലൻ അൻ ഫീലിഹി. ഇതാ കാനൽ ഫായിലു, ഫായിൽ ആയാൽ ഹഖീഖിയ തഅനീസി, ഹഖീഖിയായ മുഹന്നസായാൽ മഫ്സൂലൻ അൻ ഫീലി, ഫീലിനെ തൊട്ട് വിട്ടുപിരിക്കപ്പെട്ടതായ സ്ഥിതിയിൽ. എന്തെല്ലാം നേരത്തെ വന്നതുപോലെ ഫീലിൻ്റെ തൊട്ട് ശേഷം തന്നെ വന്നതല്ല, മറിച്ച് ഫീലിൻ്റെയും ഫായിലിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫീലിനെ തഅനീസ് ചെയ്യുകയും തദ്കിറാക്കുകയും ഒക്കെ ചെയ്യാം. ഉദാഹരണത്തിന് സാഫറത്തിൽ യൗമ ഫാത്തിമത്തു, സാഫറത്തിൽ യൗമ ഇന്ന് യാത്ര പോയി, ഫാത്തിമത്തു ഫാത്തിമ യാത്ര പോയി. അവിടെ എന്തും പറയാം, സാഫറൽ യൗമ ഫാത്തിമത്തു എന്നും പറയാം. കാരണം ഫെയിലിൻ്റെയും ഫാത്തിമ എന്ന ഫായിലിൻ്റെയും ഇടയിൽ അൽ യൗമ എന്ന അതിൻ്റെ ലർഫ് ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫായിലും ഫീലും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് അർത്ഥം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫീലിൽ തഅനീസിൻ്റെ അലാമത്ത് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യാം. എന്നതുപോലെ ത്വാഫ ബിൽ ബൈത്തി ഉമ്മു സലമത്ത, തവാഫ് ചെയ്തു, ബിൽ ബൈത്തി കഅബയെ തവാഫ് ചെയ്തു, ഉമ്മു സലമ ബീവി. ഇവിടെ ത്വാഫ എന്ന ഫീലിൻ്റെയും ഉമ്മു സലമ എന്ന ഫായിലിൻ്റെയും ഇടയിൽ ബിൽ ബൈത്ത് എന്നത് ഇടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ത്വാഫ എന്ന് പറഞ്ഞാൽ മതി, ത്വാഫത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അനുവദനീയാണ്, നിർബന്ധമില്ല. മറ്റൊരു ഉദാഹരണം അത്തൽ ഖാദിയ ബിന്തുൽ വാഖിഫി. അത്തൽ ഖാദിയ ഖാദിയുടെ അടുത്തേക്ക് വന്നു, ബിന്തുൽ വാഖിഫി വഖഫ് ചെയ്ത ആളുടെ മകൾ, വാഖിഫിൻ്റെ മകൾ ഖാദിയുടെ അടുക്കലേക്ക് വന്നു. ഇവിടെ അൽ ഖാദിയ എന്നത് അത്ത എന്ന ഫീലിൻ്റെയും അതിൻ്റെ ഫായിലാകുന്ന ബിന്തു എന്നതിൻ്റെയും ഇടയിൽ മറയായതുകൊണ്ട് അവിടെ ഫീലിനെ മുഹന്നസാക്കുകയും മുദക്കറാക്കുകയും ഒക്കെ ചെയ്യാം. അത്ത എന്നും പറയാം, അത്തത്തിൽ ഖാദിയ അങ്ങനെ മുഹന്നസാക്കിക്കൊണ്ട് അത്തത്തു എന്നും പറയാം.
ഇനി രണ്ടാമത്തെ സന്ദർഭം, ഇതാ കാനൽ ഫായിലു ഇസ്മൻ ലാഹിറൻ മജാസിയ തഅനീസ്. ഫായില് ലാഹിറ ഇസ്മായി അതിൻ്റെ മജാസിയായ മുന്നസായ ഇസ്മായിൽ. ഉദാഹരണം, തത്തുലു ഷംസു, സൂര്യൻ ഉദിക്കുന്നു. ഇവിടെ യത്തുലു ഷംസു എന്നും പറയാവുന്നതാണ്. എന്തുകൊണ്ട്? മജാസിയായ മുന്നസാണ് ഇവിടുത്തെ ഫായില്, അത് ലാഹിറ ഇസ്മായി വരികയും ചെയ്തു. ഈ ഘട്ടം ആണ് നമ്മുടെ തഅനീസ് ചെയ്യൽ ജായിസാവുന്ന, അനുവദനീയമാവുന്ന രണ്ടാമത്തെ ഘട്ടം. ഇനി അടുത്ത ഘട്ടം നോക്കൂ. ഇതാ കാനൽ ഫായിലു ജംഅ തക്സീരിൻ ലിൽ മുദക്കരി അവിൽ മുഅന്നസി ഔ ജംഅൽ മുഅന്നസി സാലിമി ഔ ഇസ്മൽ ജിൻസിൽ ജംഇ ഔ ഇസ്മൽ ജംഅ. പലരും ചിലപ്പോൾ ആദ്യം കേൾക്കുന്നതായിരിക്കും. ഇതാ കാനൽ ഫായിലു, ഫായിലായാൽ ജംഅ തക്സീരിൻ, ജംഅ തക്സീർ ആയാൽ. ജംഉകൾ അങ്ങനെ തക്സീർ, സലാമത്ത്, ഇങ്ങനെ രണ്ട് ജമ്മുണ്ടല്ലോ. ജമ്മു തക്സീർ ആയാൽ അത് മുദക്കറിൻ്റെയോ അല്ലെങ്കിൽ മുഅന്നസിൻ്റെയോ ഒക്കെ ആവാം. ജമ്മു തക്സീർ ആയിക്കഴിഞ്ഞാൽ അവിടെ ഫീലിനെ മുഅന്നസാക്കുകയും മുദക്കറാക്കുകയും ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ ജംഉ മുഅന്നസ് സാലിമ് ആയാൽ അവിടെയും ഫീലിനെ തഅനീസ് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇസ്മുൽ ജിൻസിൽ ജംഇ, ഇസ്മുൽ ജംഇ, ഇങ്ങനെയൊക്കെ ഓരോ സംഗതികളുണ്ട്. ഇസ്മുൽ ജിൻസിൽ ജംഇ എന്ന് പറഞ്ഞാൽ ഷജറത്ത്, ഷജർ പോലെയുള്ള ഇസ്മുകൾ. അതായത് ഷജർ എന്ന് പറഞ്ഞാൽ മരം, അല്ല മരങ്ങൾ, എന്തോ ആവാം. ആ ജിൻസ് ഉദ്ദേശിക്കുമ്പോഴാണ് ഷജർ എന്ന് പറയാം. ഒരു മരം എന്ന് മാത്രം ഉദ്ദേശിക്കുമ്പോൾ ഷജറത്ത് എന്ന് പറയും. ഇപ്പോൾ അവർ ഒരു താവ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അത് മുഫ്രദാവുന്നത്. താവ് ചേർത്ത് കൊടുക്കാതിരിക്കുമ്പോൾ അത് ആ ജിൻസിനെ മൊത്തം സൂചിപ്പിക്കാനാണ്. അത് ഒരു മരമാവാം, രണ്ട് മരമാവാം, ഒരു കോടി മരങ്ങളാവാം. ഒക്കത്തിനെക്കുറിച്ചും ഷജർ എന്ന് പറയാം. ഒരു മരം എന്ന അർത്ഥം കിട്ടാൻ ഷജറത്ത് എന്ന് പറയാം. അപ്പം ആ മുഫ്രദിൻ്റെയും ഈ ജമ്മിൻ്റെ ഇടയിൽ വേർതിരിക്കുന്ന ഘടകം ആ ഒരു താ ആണ്. ഇങ്ങനെ വരുന്ന പദങ്ങൾക്കാണ് ഇസ്മുൽ ജിൻസിൽ ജംഇ എന്ന് പറയാം. അതുപോലെ തന്നെ ഇസ്മുൽ ജം ഉണ്ട്. ഇസ്മുൽ ജം എന്ന് പറഞ്ഞാൽ അത് ജംഇൻ്റെ മേലെ അറിയിക്കുന്ന പദങ്ങളാണ്. പക്ഷെ അതിന് ആ പദത്തിൽ നിന്ന് ഒരു മുഫ്രദ് കാണാൻ കഴിയില്ല. ഉദാഹരണത്തിന് കൗമ്. കൗമ് എന്ന് പറഞ്ഞാൽ ജനത എന്നാണ് അർത്ഥം, ജനങ്ങൾ. ഈ കൗമ് എന്നുള്ളതിന് ഒരുപാട് ആളുകളുടെ മേലെ അറിയിക്കുന്ന ഒരു പദമാണ് കൗമ്. പക്ഷേ അതിന് ഈ ഒരാൾ എന്നർത്ഥം അറിയിക്കുന്ന ഒരു പദം ഈ കൗമ് എന്ന ലഫ്ദിൽ നിന്ന് കാണാൻ കഴിയില്ല. വേറെ ഇപ്പോൾ ഇൻസാനുൻ എന്നോ അല്ലെങ്കിൽ ഇമ്രഅത്തുന്നോ ഒക്കെ പറയാം എന്നല്ലാതെ കൗമ് എന്ന കാഫും മീമൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു മുഫ്രദായ പദം അത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പദങ്ങൾക്കാണ് ഇസ്മുൽ ജം എന്ന് പറയാം. ഏതാവട്ടെ ഇസ്മുൽ ജം, നേരത്തെ പറഞ്ഞ ഇസ്മുൽ ജിൻസ് ജംഇ, ഇതൊക്കെയും ഫായിലായിട്ട് വരുമ്പോൾ അവിടെ ഫീലിനെ മുഅന്നസാക്കുകയും മുഅന്നസാക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാം. നമുക്ക് ഓരോന്നിനും ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാം. ആദ്യം ജംഇ തക്സീർ ഉദാഹരണങ്ങൾ നോക്കൂ. ജാഅത്തിൽ ഗിൽമാനു, ഗുലാം കുട്ടി. അതിൻ്റെ ജംഉ തക്സീറാണ് ഗിൽമാൻ, കുട്ടികൾ. ഇങ്ങനെ ജംഉ തക്സീർ ഫായിലായിട്ട് വരുമ്പോൾ അവിടെ ഫീലിനെ മുഅന്നസാക്കുകയും മുദക്കറാക്കുകയും ചെയ്യാം. ജാഅത്തിൽ ഗിൽമാനു അല്ലെങ്കിൽ ജാഅൽ ഗിൽമാനു, രണ്ടും പറ്റും. മറ്റൊന്നാണ് ഖാലൽ ഉലമാഉ, ഖാലത്തിൽ ഉലമാഉ, രണ്ടും പറ്റും. ആലിം എന്നതിൻ്റെ ജംആണ് ഉലമാ, ജംഉ തക്സീറാണ്. ജംഉ തക്സീർ ആകുമ്പോൾ ഫീലിനെ മുഅന്നസാക്കുകയും മുദക്കറാക്കുകയും ഒക്കെ ചെയ്യാം. കാമൽ റിജാലു, കാമത്തിൽ റിജാലു. റജുലുൻ എന്നതിൻ്റെ ജംആണ് റിജാൽ, പുരുഷന്മാർ. ജംഉ തക്സീറാണല്ലോ റിജാൽ, അതുകൊണ്ട് കാമൽ റിജാലു അല്ലെങ്കിൽ കാമത്തിൽ റിജാലു രണ്ടും അനുവദനീയമാണ്. അതുപോലെ കാമൽ ഹുനൂദു, ഹിന്ദ് എന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ പേരാണ് ഹിന്ദ്. അതിന് ഒരുപാട് ഹിന്ദ് എന്നർത്ഥമാണ് ഹുനൂദ്, ജമ്മാക്കിയതാണ്. ഹിന്ദിൻ്റെ ജമ്മു തക്സീറാണ് ഹുനൂദ്. അവിടെ നോക്കൂ, ഹുനൂദ് ഹിന്ദുമാർ നിന്നു എന്നർത്ഥം വരാൻ കാമൽ ഹുനൂദ് എന്നും കാമത്തിൽ ഹുനൂദു, ഇങ്ങനെ രണ്ടും അനുവദനീയമാണ്. ഇങ്ങനെ ജമ്മു തക്സീർ ആവുമ്പോൾ രണ്ടും അനുവദനീയമാണ് അർത്ഥം. മറ്റൊന്ന് പറഞ്ഞ ജമ്മു മുഅന്നസ് സാലിമാണ്. എൻ്റെ ഉദാഹരണം നോക്കൂ. കാലൽ മുസ്ലിമാത്തു, കാലത്തിൽ മുസ്ലിമാത്തു. കാലൽ മുസ്ലിമാത്തു, കാലത്തിൽ മുസ്ലിമാത്തു, രണ്ടും അനുവദനീയമാണ്. മുസ്ലിമാത്തി എന്നുള്ളത് അലിഫ് താവ് കൊണ്ട് ജമ്മാക്കിയ ജംഉ മുഅന്നസ് സാലിമാണ്. അത് ഫായിലായിട്ട് വരുമ്പോൾ ഫീലിനെ മുദക്കറാക്കുകയും മുഅന്നസാക്കുകയും ഒക്കെ ചെയ്യാം.
മറ്റൊരു ഉദാഹരണം ഔറക്ക ഷജറു, മരം ഇലയുള്ളതായി. വറക്ക് എന്ന് പറഞ്ഞാൽ ഇല, അപ്പോൾ ഇലയുള്ളതായി എന്നാണ് ഔറക്ക എന്നതിനർത്ഥം. മരങ്ങൾ ഇലയുള്ളതായി, നല്ല മഴയൊക്കെ പെയ്തപ്പോൾ. അവിടെ ഔറക്ക ഷജറു എന്നും ഔറക്കത്തി ഷജറു എന്നും പറയാം. ഷജറത്തു എന്നല്ല, ഔറക്കത്തി ഷജറു. ഷജർ എന്നുള്ളത് ഇസ്മു ജിൻസാണ്, ജംഇയാണ്. ഇതിൻ്റെ മുഫ്രദിൻ്റെയും ജമ്മിൻ്റെ ഇടയ്ക്ക് വിട്ടുപിരിക്കുന്ന ഘടകം അവർ താ മാത്രമാണ്. ഇതിനാണ് ഇസ്മു ജിൻസ് ജംഇ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ പദങ്ങളും ഫായിലായിട്ട് വന്നാൽ ഫീലിനെ മുഅന്നസാക്കുകയും മുദക്കറാക്കുകയൊക്കെ ചെയ്യാം. മറ്റൊരു ഉദാഹരണം കദ്ദബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ, ഖുർആനിൽ നിന്നുള്ള ഉദാഹരണമാണ്. ഇത് ഇസ്മു ജമ്മിന് ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞ ഖൗമു എന്നുള്ളത് ഇസ്മു ജമ്മാണ്. കാരണം ആ പദത്തിൽ നിന്ന് ഒരു മുഫ്രദ് കാണാൻ കഴിയില്ല. അവിടെ കദ്ദബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ, നൂഹിൻ നബിൻ്റെ ഖൗമ് കളവാക്കിയത് ഖൗമാണ്. കദ്ദബിൻ്റെ ഫായിൽ ഖൗമാണെന്ന് അർത്ഥം. ഖൗമ് ഫായിലായിട്ട് വന്നപ്പോൾ കദ്ദബത്ത് എന്ന ഫീലിനെ മുഅന്നസാക്കി ഒരു ഘട്ടത്തിൽ. വേറൊരു ആയത്തിൽ കദ്ദബ ബിഹി ഖൗമുഖ് എന്നുണ്ട്. അവിടെ കദ്ദബിൻ്റെ ഫായിൽ ഖൗമാണ്, പക്ഷേ കദ്ദബ എന്നതിനെ മുദക്കറായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ മുദക്കറാക്കാനും മുഅന്നസാക്കാനും പറ്റുമെന്ന് ഖുർആനിൽ തന്നെ 2 പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലായി. മറ്റൊരു ഉദാഹരണം നമുക്ക് കാല നിസ്വത്തുൻ, കാലത്ത് നിസ്വത്തുൻ. നിസ്വത്ത് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇസ്മു ജിൻസ് ജംഇയാണ്. ഒരു പെണ്ണ് എന്നർത്ഥത്തിന് ഈ നിസ്വത്ത് എന്ന പദത്തിൽ നിന്നൊരു മുഫ്രദ് കാണാൻ കഴിയില്ല. മറിച്ച് ഇമ്രഅത്ത് എന്നൊക്കെ മറ്റ് പദങ്ങളിൽ നിന്ന് മീമും റാക്ക് വെച്ച് ഇമ്രഅത്ത് എന്നൊക്കെ മറ്റ് പദങ്ങളിൽ നിന്ന് മുഫ്രദ് നമുക്ക് കാണാൻ പറ്റും എന്നല്ലാതെ നിസ്വത്തി എന്ന ഈ നൂന് സീന് വാവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പദത്തിൽ നിന്ന് ഒരു മുഫ്രദ് കാണാൻ കഴിയില്ല. എന്നാൽ നിസ്വത്ത് എന്നുള്ളത് കുറേ പെണ്ണുങ്ങളെ മേൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് ഇസ്മു ജംഇ എന്ന് പറയാം. ഇസ്മു ജംഇ ഫായിലായിട്ട് വരുമ്പോഴും ഫീലിനെ മുദക്കറാക്കാനും മുഅന്നസാക്കാനും ഒക്കെ പറ്റും. അപ്പോൾ കാല നിസ്വത്തുൻ, കാലത്ത് നിസ്വത്തുൻ രണ്ടും അനുവദനീയമാണ്. ഇനി മറ്റു സന്ദർഭം ഇങ്ങനെ ഫീലിനെ മുദക്കറാക്കാനും മുഅന്നസാക്കാനും ഒക്കെ പറ്റുന്ന മറ്റൊരു സന്ദർഭമാണ് ഇദാ കാനൽ ഫിഅലു നിഅമ വ ബിഅസ. നമ്മളെ ഫിഅൽ നിഅമയോ ബിഅസയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഫായിൽ മുഅന്നസായി കഴിഞ്ഞാലും അവിടെ ഫീലിനെ മുഅന്നസാക്കാൻ നിർബന്ധമില്ല. ഉദാഹരണത്തിന് നിഅമൽ ഫതാത്തു, നിഅമത്തിൽ ഫതാത്തു രണ്ടും പറ്റും. ശരിക്കും ഫതാത്ത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞനുസരിച്ച് അത് യുവതി എന്നാണ് അർത്ഥം. അപ്പോൾ ഹഖീഖിയായ മുഅന്നസാണ്. അതിൻ്റെ ഫീലിനോട് ചേർന്ന് വന്ന ഹഖീഖിയായ മുഅന്നസാണ്. സാഫറത്ത് ഫാത്തിമത്തു, അവിടെയൊക്കെ സാഫറത്ത് തന്നെ പറയണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നിഅമാബിയസൊക്കെ വരുമ്പോൾ ശരിക്കും അവിടെ ഇതിൻ്റെ അർത്ഥം എന്താണ്? നിഅമൽ ഫത്താത്ത് എന്ന് പറയുമ്പോൾ ഫത്താത്തിൻ്റെ ജിൻസ് വളരെ ഉഷാറ്, ജിൻസ്. അപ്പോൾ അവിടെ നിഅമ ജിൻസുൽ ഫത്താത്ത് എന്നൊരു വ്യാഖ്യാനം അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ശരിക്ക് ഫായിലായിട്ട് വരുന്നത് ജിൻസ് എന്നതുകൊണ്ടാണ് അവിടെ നിഅമ എന്ന് മുദക്കറായി പറഞ്ഞാൽ മതി എന്ന് പറയാനുള്ള ന്യായം. നിഅമത്തിൽ ഫത്താത്തു എന്നും പറയാം, നിഅമൽ ഫത്താത്തു എന്നും പറയാം. നിഅമൽ ഫത്താത്തു എന്ന് പറയുമ്പോൾ ന്യായം വേണമല്ലോ. ആ ന്യായമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നിഅമ ജിൻസുൽ ഫത്താത്തി എന്നാണല്ലോ അർത്ഥം. യുവതികളുടെ ജിൻസ് വളരെ ഉഷാറ് എന്നാണല്ലോ അർത്ഥം വെക്കാറ്. അപ്പോൾ ജിൻസാണ് ഫായിലായിട്ട് വരുന്നത്. ജിൻസ് എന്ന പദം മുദക്കറാണ്. അതുകൊണ്ടാണ് നിഅമ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നവർക്കുള്ള ന്യായം. ഇനി മറ്റു സന്ദർഭം ഇദാ ഫുസ്സില ബൈനൽ ഫിഅലി വൽ ഇദാ ഫസ്സല ബൈനൽ ഫിഅലി വൽ ഫാഇലിൽ മുഅന്നസി ഇല്ല. ഫീലിൻ്റെയും മുഅന്നസായ ഫാഇലിൻ്റെയും ഇടയിൽ ഇല്ല എന്ന പദം ഫസ്ല് ചെയ്താൽ, വിട്ടുപിരിച്ചാൽ, അപ്പോഴും മുഅന്നസാക്കലും മുദക്കറാക്കലും രണ്ടും അനുവദനീയമാണ്. ഉദാഹരണത്തിന് മാ സക്ക ഇല്ല ഫതാത്തു ബിനിൽ അല. മാ സക്ക നല്ല പരിശുദ്ധരായിട്ടില്ല. ഇല്ല ഫതാത്തു ബിനിൽ അല, ഇബ്നുൽ അലയുടെ മകളല്ലാതെ. അല്ലെങ്കിൽ മാ സക്കത്ത് ഇല്ല ഫതാത്തു ബിനിൽ അല, രണ്ടും പറ്റും. അവിടെ സക്ക എന്നതിൻ്റെ ഫായിൽ ആരാണ്? ഈ ഫതാത്ത് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ആരും വന്നു? ഇല്ല വന്നു. ഇല്ല വന്നു കഴിഞ്ഞാൽ രണ്ടും പറ്റും എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടും പറ്റും എന്ന് പറയുമ്പോൾ ഈ മുഅന്നസാക്കുമ്പോൾ മാ സക്കത്ത് എന്ന് പറയുമ്പോൾ ന്യായം നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫത്താത്ത് എന്നുള്ള
ഹഖീഖിയ മോനത്താണ് ഫായിൽ, അതുകൊണ്ട് സക്കത്ത് മോനത്താക്കി. മുദക്കറാക്കുമ്പോൾ ഒരു ന്യായം വേണമല്ലോ. മാ സക്ക എന്ന് മുദക്കറാക്കുമ്പോൾ ന്യായം അവിടെ എന്താ ശരിക്കും മാ സക്ക വിജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ പരിശുദ്ധരായിട്ടില്ല. ഇല്ല ഫത്താത്ത് ബിൻ അല, ഇബ്നുൽ അലയുടെ മകൾ അല്ലാതെ വേറൊരാളും അങ്ങനെ പരിശുദ്ധരായിട്ടില്ല എന്നാണല്ലോ. അപ്പോൾ ഇതിനർത്ഥം എന്തായി? മാ സക്ക അഹദുൻ ഇല്ല ഫത്താത്ത് ബിൻ അല എന്നായി. അപ്പോൾ മാ സക്കൻ്റെ ഫായിൽ ശരിക്ക് ഈ അഹദുൻ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അഹദ് മുദക്കറാണല്ലോ. അപ്പോൾ ഈ ഒരു അർത്ഥമാണ് ഇതിനുള്ളത് എന്നതുകൊണ്ടാണ് അവിടെ മാ സക്ക എന്ന് മുദക്കറാക്കിയാൽ മതി എന്ന് പറയുന്നവർക്കുള്ള ന്യായം. അപ്പോൾ ഒരുപാട് ഘട്ടങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഘട്ടം ഹഖീഖിയായ മോനിൽ തന്നെ ഫീലിനെ തൊട്ട് വിട്ടുപിരിച്ചുകൊണ്ട് വന്നാൽ രണ്ടും അനുവദനീയമാണ്. അതുപോലെ ലാഹിറായ മജാസിയായ മുഅന്നസ് ഫായിലായിട്ട് വന്നാൽ രണ്ടും പറ്റും. മറ്റു സന്ദർഭം ജമ്മു തക്സീർ, ജമ്മു മുഅന്നസ് സാലിം, ഇസ്മു ജിൻസ് ജംഇ, ഇസ്മു ജംഇ തുടങ്ങിയ ഫായിലുകൾ വരുമ്പോൾ അവിടെയും ഫീലിനെ മുദക്കറാക്കാനും മുഅന്നസാക്കാനൊക്കെ പറ്റും. അടുത്ത സന്ദർഭം ഞഴമയോ ബിസിയോ ഒക്കെയാണ് ഫീല് വരുന്നതെങ്കിൽ അവിടെ രണ്ട് രൂപത്തിലും പറയാൻ പറ്റും. അതുപോലെ ഇല്ല എന്നുള്ളത് ഫീലിൻ്റെയും ഫായിലിൻ്റെ ഇടയിൽ വിട്ട് പിരിച്ചാലും രണ്ടും അനുവദനീയമാണ്. ഓക്കെ, ഇനി നേരത്തെ സൂചിപ്പിച്ച ഇസ്മുൽ ജംഇ, ഇസ്മുൽ ജിൻസുൽ ജംഇ, ഇതിനെക്കുറിച്ച് കേൾക്കാത്തവർക്ക് ചെറിയൊരു വിശദീകരണം. ഇസ്മുൽ ജംഇ എന്ന് പറഞ്ഞാൽ മാദല്ല അലൽ ജമാഅത്ത്, അതൊരു കൂട്ടം ആളുകളുടെ മേലെ അറിയിക്കുന്ന പദമാണ്. എന്നാലോ വലൈസ ലഹു മുഫ്രദുൻ മിൻ ലഫ്ലിഹി, അതിൻ്റെ ലഫ്ലിൽ നിന്നൊരു മുഫ്രദ് അതിനില്ല. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണം നോക്കൂ, ഖൗമുൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ്. ഈ റഹ്ത്തുൻ എന്ന് പറഞ്ഞാൽ സംഘം, 3 മുതൽ 10 വരെ ഒക്കെ ആളുകൾ അടങ്ങുന്ന ഒരു സംഘത്തിനാണ് റഹ്ത്ത് എന്ന് പറയുക. ജയ്ഷ് സൈന്യം കുറേ ആളുകളുടെ മേൽ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഒരു സൈന്യം എന്നതിന് ഈ ജയ്ഷ് എന്ന ആ പദത്തിൽ നിന്ന് ഒരു മുഫ്രദില്ല. പിന്നെ ജുന്ദിയ് എന്നൊക്കെ പറയാം എന്നല്ലാതെ ജയ്ഷ് എന്ന പദത്തിൽ നിന്ന് ഒരു മുഫ്രദില്ല. മറ്റൊന്ന് ഷിഅബ്, കബീലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഗോത്രം എന്നൊക്കെ അർത്ഥം. ഷിഅബ് എന്ന് പറഞ്ഞാലും കബീല എന്ന് പറഞ്ഞാലൊക്കെ ഗോത്രം എന്നർത്ഥം. ഗോത്രം എന്നൊക്കെ പറയുമ്പോൾ കുറേ ആളുകളുടെ സംഘമാണല്ലോ. അതിന് ജമ്മിൻ്റെ അർത്ഥമുണ്ട്, പക്ഷേ പദത്തിൽ നിന്നൊരു മുഫ്രദില്ല. ആ ഗോത്രത്തിലെ ഒരംഗം എന്നറിയിക്കാൻ ഒരു പദം ഷിഅബ് എന്ന പദത്തിൽ നിന്ന് അല്ലെങ്കിൽ കബീല എന്ന പദത്തിൽ നിന്ന് ഒരു മുഫ്രദില്ല. മഴഷർ, യാ മഴഷർ ഷബാബ്, ഈ മഴഷർ എന്നുള്ളത് യുവാക്കളുടെ കൂട്ടം എന്നർത്ഥമാണ്. ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ മഴഷർ എന്ന് പറയാം. അവിടെയും ഒരാളെ സൂചിപ്പിക്കാൻ ഒരു പദം ഈ പദത്തിൽ നിന്ന് കാണാൻ കഴിയില്ല. നിസാ, നിസ്വത്ത് ഒക്കെ നേരത്തെ വന്ന് നോക്കാം. ഇനി ഇസ്മുൽ ജിൻസിൽ ജംഇ എന്താണത്? ഇസ്മുൽ ജിൻസിൽ ജംഇ 2 രൂപത്തിൽ വരും. മാ യുഫ്റഖു ബൈനഹു വ ബൈന മുഫ്രദിഹി ബിത്താഇ അവിൽ യാഇ, താഉ കൊണ്ടോ അല്ലെങ്കിൽ യാ കൊണ്ടോ ഒക്കെ മുഫ്രദിൻ്റെയും ജമ്മിൻ്റെ ഇടയിൽ വിട്ടുപിരിക്കുന്ന പദങ്ങൾക്കാണ് ഇസ്മുൽ ജിൻസിൽ ജംഇ എന്ന് പറയാം. ഉദാഹരണം നോക്കൂ, വർദ്ധത്തുൻ, വർദ്ധുൻ. വർദ്ധ് എന്ന് പറഞ്ഞാൽ പനിനീർ പുഷ്പം, അതിൻ്റെ ജിൻസാണ് കേട്ടോ. അത് 1 ആവാം, 2 ആവാം, കുറേ ആവാം, ഒക്കെ ആവാം. വർദ്ധ് എന്ന് എല്ലാത്തിനെ കുറിച്ചും പറയാം. അതുപോലെ വർദ്ധത്തുൻ എന്ന് പറഞ്ഞാൽ ഒറ്റ റോസ് പുഷ്പത്തിനാണ് വർദ്ധത്തുൻ എന്ന് പറയാം. മുഫ്രദിൻ്റെ ജമ്മിൻ്റെ ഇടയിൽ വിട്ടുപിരിച്ചത് ആരാണ്? മറ്റൊന്ന് ജിന്ന്, ജിന്നി. ജിന്ന് ഒരുപാട് ജിന്നുകൾ ആവാം, ഒരു ജിന്നാവാം, 2 ജിന്നാവാം, ഒക്കെ ആവാം, ജിന്നെന്ന് പറയാം. അതായത് ജിന്നിയ് എന്ന് പറയുമ്പോൾ ഒരു ജിന്ന മാത്രമാകുമ്പോഴാണ് ജിന്നിയ് എന്ന് പറയാം. ഞാനൊരു ജിന്നിനെ കണ്ടെന്ന് അറിയില്ല, ഞാനൊരു ജിന്നിയെ കണ്ടെന്ന് പറയാം. ജിന്നിനെ കണ്ടെന്ന് പറയാം, അത് 1 ആവാം, 2 ആവാം, കുറേ ആവാം, എത്ര കണ്ടാലും ജിന്നിനെ കണ്ടു എന്ന് പറയാം. ഒരു ജിന്നിനെ കണ്ടു എന്ന് പറയുമ്പോൾ എങ്ങനെ സാധാരണ ഞാനൊരു ജിന്നിനെ കണ്ടു തന്നെയാണ് പറയില്ല ആൾക്കാർ. പറയാം. എങ്ങനെ ജിന്നിനെ കണ്ടു എന്ന് പറയാം,
എങ്ങനെ വെച്ചാൽ ജിന്നിനെ കണ്ടു പറയുമ്പോൾ ഒരു ജിന്നിനെ കണ്ടാലും 10 ജിന്നിനെ കണ്ടാലും ഒക്കെ ജിന്നിനെ കണ്ടു എന്ന് അറിയാം. അതേസമയം ഒരു ജിന്നിനെ കണ്ടു എന്നർത്ഥം കിട്ടണമെങ്കിൽ ജിന്നീനെ കണ്ടു എന്ന് പറയണ്ടേ, ജിന്നീ. അതായത് റൂമ് റൂമാകുമ്പോൾ റോമക്കാരായി ഒരാളായാലും കുറേ ആൾക്കാരായാലൊക്കെ റൂമെന്ന് പറയാം. റോമക്കാരിൽപ്പെട്ട ഒരുത്തൻ എന്നർത്ഥം കിട്ടാൻ റൂമി എന്ന് പറയണം. അവിടെ യാ ആണ് ജിന്നീനോടത്തോളം റൂമിയോടത്തൊക്കെ യാ ആണ് അവിടെ വിട്ടിരിക്കുന്നത് മുഫ്രദിൻ്റെയും ജമ്മിൻ്റെ ഇടയിൽ. വർദ്ധത്തിനോട് താ വിട്ടിരിക്കുന്നത്. തമ്രത്ത് തമ്ര താ വിട്ടിരിക്കുന്നത്. നേരത്തെ വന്ന ഉദാഹരണം ഷജർ. അപ്പോൾ ഇങ്ങനെ ഉള്ള പദങ്ങൾക്കാണ് ഇസ്മുൽ ജിൻസുൽ ജംഇ എന്ന് പറയാം. ഓക്കെ. ഇനി ഫായിലിനെ കുറിച്ച് പറഞ്ഞു. ഇനി നായിബ് ഫായിലിനെ കുറിച്ചുകൂടി പറയാം. ഫായിലിന് തൊട്ട് പകരമായി വരുന്ന ഒരു ഫായിലാണ് നായിബ് ഫായിൽ. ഹുവസ്മിൻ മർഫൂൻ തഖദ്ദമഹു ഫിഅലുൻ മബ്നിയുൻ ലിൽ മജ്ഹൂൽ. മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെടുന്ന ഫെയില്, അതായത് മജ്ഹൂലായ ഫെയില് മുന്തി വന്ന മർഫൂആയ ഇസ്മിനാണ് നായിബ് ഫായിൽ എന്ന് പറയാം. ഉദാഹരണത്തിന് ദുരിബ സെയ്ദ് അടിക്കപ്പെട്ടു. ദുരിബ എന്നുള്ളത് മജ്ഹൂലായ ഫെയിലാണ്. ശേഷം വരുന്ന സെയ്ദുൻ മർഫൂആയ ഈ ഇസ്മിനാണ് നായിബ് ഫായിൽ എന്ന് പറയാം. ഇദാ കാനൽ ഫിഅലു മുതഅദ്ദിയൻ ലി അക്സറ മിൻ മഫ്ഊലിൻ. ഫെയില് ഒന്നിലേറെ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫെയിലാണെങ്കിൽ, ഉദാഹരണത്തിന് അഴത്ത സെയ്ദുൻ അമ്രൻ ദിർഹമൻ. ഇവിടെ നോക്കൂ, അഴത്ത സെയ്ദ് നൽകി, അമ്രിന് ദിർഹമൻ ഒരു ദിർഹമ നൽകി. അഴത്തക്ക് 2 മഫ്ഊൽ ഇവിടെ ഉണ്ട്. അമ്രൻ എന്ന ഒരു മഫ്ഊലും ഉണ്ട്, ദിർഹമൻ എന്ന മഫ്ഊലും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫീലിനെ കുമ്പ ബുനിയയിൽ മജ്ഹൂൽ, അതിന് മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ടാൽ അഴത്താന്നിടത്ത് ഉഴുത്തിയ എന്ന് പറഞ്ഞാൽ മജ്ഹൂലാക്കുമ്പോൾ എന്തുണ്ടാവും? സെയ്ദിൻ എന്ന് പറയുന്ന സാധാരണ ഫായില് പറയാൻ പാടില്ലല്ലോ. പിന്നെ അപ്പോൾ ഫായില് കളയപ്പെടും. അങ്ങനെ ഫായില് കളയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാബൽ മഫ്ഊലുൽ അവ്വലു മനാബൽ ഫായിലി. ആ ഫായിലിൻ്റെ സ്ഥാനത്ത് ആര് വരും? ഒന്നാമത്തെ മഫ്ഊല്. ഇവിടെ അഴത്ത സെയ്ദിൻ അമ്രൻ എന്നതിൻ്റെ ഒന്നാമത്തെ മഫ്ഊല് അമ്രൻ എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ നായിബ് ഫായിലായിട്ട് വരും. പിന്നെ വയബുക്ക മാ അദാഹു മൻസൂബൻ, ബാക്കിയുള്ളത് മൻസൂബായിട്ട് തന്നെ നിൽക്കും. അല്ലാതെ ഫീല് മജൂലാകുമ്പോൾ എല്ലാ മഫ്ഊലും മൻസൂബാവില്ല, മർഫൂ ആവില്ല. മറിച്ച് ഒന്നാമത്തെ മഫ്ഊല് മാത്രമേ ഫായില തൊട്ട് പകരമായി വന്ന് മർഫൂ ആവുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മൻസൂബായിട്ട് നിലനിൽക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉഴുത്തിയ അമ്രുൻ ദിർഹമൻ. അവിടെ സെയ്ദ് പോയപ്പോൾ സെയ്ദിന് പകരമായിട്ട് അമ്രു വന്നു. അതുകൊണ്ട് അമ്രിന് റഫൂട്ടി. ഉഴുത്തിയ അമ്രിന് നൽകപ്പെട്ടു. എന്ത് നൽകപ്പെട്ടു? ദിർഹം നൽകപ്പെട്ടു. ദിർഹം 2ാം മഫ്ഊലാണ്. അതിന് നേരത്തെ ഉള്ളതുപോലെ തന്നെ നസ്ബ് തന്നെയുള്ളത്. ഇതിന് സമാനമായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ് മുമ്പ് യുസമ്മ ഖബറൻ എന്നോ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു. യുസമ്മ ഖബറൻ, അതിന് ഖബർ എന്ന് പറയപ്പെടും. അപ്പോൾ യുസമ്മ എന്നതിന് നായിബ് ഫായിൽ അതിൻ്റെ ഉള്ളിലുള്ള ദമീറാണ്. പിന്നെ ഖബറൻ എന്നുള്ളത് 2ാം മഫ്ഊലാണ്. അതുകൊണ്ട് അവിടെ നസ്ബ് തന്നെയാണ്. അവിടെ യുസമ്മ എന്നുള്ള ഫീല് കണ്ടിട്ട് മജൂല ഫീലാണല്ലോ, അതുകൊണ്ട് ഇവിടെ ഖബറുൻ എന്ന് വായിക്കണ്ടേ എന്നൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടോ? പറഞ്ഞു 2ാമത്തെ ക്ലാസ്സിൽ. അതെ. ഓക്കെ. പിന്നെ ഈ യസ്ബുത്തുൽ നായിബിൽ ഫായില് ജമീഉ അഹ്കാമിൽ ഫായില്. ഫായിലിൻ്റെ അഹ്കാം നമ്മൾ കുറേ പറഞ്ഞല്ലോ. എപ്പോഴാണ് ഫായിലിനനുസരിച്ച് ഫീലിനെ തസ്നിയാക്കലും അത് നിർബന്ധമാകുന്ന ഘട്ടങ്ങൾ, അനുവദനീയമാകുന്ന ഘട്ടങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം ഹുക്കുമുകൾ നമ്മൾ ഫായിലിന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ആർക്കും ബാധകമാണ്? നായിബ് ഫായിലിനും ബാധകമാണ്. പിന്നെ യുബ്ന ലാസിമു ലിൽ മജ്ഹൂലി ഇദാ കാന നായിബുൽ ഫായിലി ജാറൻ വ മജ്റൂറൻ ഔ ദർഫൻ ഔ മസ്തറൻ. നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചത് മുതഅദ്ദിയായ ഫീലിൽ നിന്നാണ് മജ്ഹൂലായ ഫീല് ഉണ്ടാക്കുക എന്നാണ്. അതേ സമയത്ത് ചിലപ്പോൾ ലാസിമായ ഫീലിനെയും
അതിന് മജൂഹുലായ ഫീൽ എടുക്കാറുണ്ട്. അത് എപ്പോഴാണ്? ഇതാ കാന നായിബുൽ ഫായിൽ ജാറൻ മജ്റൂറൻ, ജാർ മജ്റൂർ നായിബ് ഫായിലായിട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ യുജ്ലസു ഫിൽ ഹദീഖത്ത്, തോട്ടത്തിൽ ഇരിക്കപ്പെട്ടു. ശരിക്കും ജലസ യജ്ലിസു എന്ന ഫീൽ ലാസിമായ ഫീലാണ്, അതിന് മഫ്ഊലൊന്നും ഉണ്ടാവില്ല. ജലസ ഇരുന്നു, ആരെ ഇരുന്നു, എന്തിനെ ഇരുന്നു എന്നൊന്നും ചോദ്യമില്ലല്ലോ, അത് ലാസിമായ ഫീലാണ്. അപ്പോൾ ലാസിമായ ഫീലിനും പിന്നെ മജ്ഹൂൽ ഉണ്ടാക്കാറില്ല. അതേ സമയത്ത് ഇവിടെ യുജ്ലസു എന്ന് മജ്ഹൂലായിട്ട് കൊണ്ടുവന്നു. കാരണം ഇവിടെ നായിബ് ഫായിലായിട്ട് വന്നത് ഫിൽ ഹദീഖത്തി എന്ന ജാർ മജ്റൂറാണ് ഇവിടുത്തെ നായിബ് ഫായിൽ. അപ്പോൾ ഇങ്ങനെ നായിബ് ഫായിൽ ഇങ്ങനെ വരുമ്പോൾ ലാസിമായ ഫീലിൽ നിന്നും മജ്ഹൂൽ ഉണ്ടാക്കാം എന്നർത്ഥം. അതുപോലെ യുജ്ലസു അമാമുൽ അമീർ, അമീറിൻ്റെ മുൻവശത്തിൽ ഇരിക്കപ്പെട്ടു. അവിടെ അമാമു എന്ന ലറുഫാണ് ഇവിടെ നായിബ് ഫായിലായിട്ട് വന്നത്. അതന്നെ ഇവിടെ ആ ലറുഫ് നായിബ് ഫായിലായിട്ട് വന്നതാണ്. അമാമ തന്നെ പറയണതാണ് അല്ലേ? അമാമ എന്ന് തന്നെ പറയണം എന്നാണോ അല്ലേ? ഓക്കെ, ഞാനത് കൺഫേം ആക്കി പറയട്ടോ. അമാമ തന്നെ ആയിരിക്കും എന്നാല്, കാരണം അതിൻ്റെ ലറുഫ് മഹലിലായിരിക്കും ലറുഫ് ഉണ്ടാവും അല്ലേ? മഹലിൽ റഫ് ഉണ്ടാവും, അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, ഒന്ന് കൺഫേം ആക്കിയിട്ട് പറയാട്ടോ. ലറുഫ് മജ്ഹൂലാവുമ്പോൾ ലറുഫ് നായിബ് ഫായിലായിട്ട് വരുമ്പോൾ ലറുഫിന് ലറുഫിൻ്റെതായ നസ്ബിന് കൊടുക്കണം. പിന്നെ മഹല്ല് റഫ് ആണെന്നുള്ള ചോദ്യം. ഓക്കെ, ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. അതുപോലെ മസ്ദർ നായിബ് ഫായിലായിട്ട് വരുമ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ യുസ്ദഹമു ഇസ്ദിഹാമുൻ ഷദീദുൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ നല്ല ശക്തിയേറിയ തിരക്ക് അനുഭവപ്പെടുന്നു. അവിടെ ഇസ്ദഹമ എന്നുള്ള ശരിക്ക് ലാസിമായ ഫീലാണ്, അതിനെ മജ്ഹൂലെടുത്തു, യുസ്ദഹമു എന്ന് മജ്ഹൂലായ ഫീല് കൊണ്ടുവന്നു. കാരണം നായിബ് ഫായിലായിട്ട് വന്നത് എങ്ങനെ? ചോദ്യം കേട്ടില്ല. ഹലോ, യുസ്ദഹമു ഇസ്ദിഹാമുൻ, ഇസ്ദിഹാം എന്നുള്ള മസ്തറാണ് ഇവിടുത്തെ നായിബ് ഫായിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 സന്ദർഭം പറഞ്ഞു. മസ്തർ നായിബ് ഫായിലായിട്ട് വരുമ്പോൾ, അതുപോലെ ലറുഫ് ജാർ മജ്റൂർ ഇവിടെ ഇവയൊക്കെ നായിബ് ഫായിലായിട്ട് വരുമ്പോൾ ലാസിമായ ഫീലിൽ നിന്നും മജ്ഹൂലായ ഫീലിനെ നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, ഇനി കുറഞ്ഞ ചോദ്യങ്ങൾ കേട്ടോ, കേട്ടില്ലേ? ഒന്നാമത്തെ ചോദ്യം, യഫ്തഹുൽ വലദു നാഫിദത്തുൽ ബൈത്ത്. ഇവിടെ ഹവ്ലിൽ ഫിഅലിൽ മഅലൂമ ഇലൽ ഫിഅലിൽ മജ്ഹൂൽ, മഅലൂമായ ഫീലിനെ മജ്ഹൂലായ ഫീലിലേക്ക് തെറ്റിക്കണം. മഅറൂഫിനെ മജ്ഹൂലാക്കണം. യഫ്തഹു എന്നുള്ളതിനെ യുഫ്തഹു എന്ന് മജ്ഹൂലാക്കണം. അങ്ങനെ മജ്ഹൂലാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ മാറ്റങ്ങളോട് കൂടെ വരുമ്പോൾ ഇതിലേത് ഓപ്ഷനാണ് അവിടെ ശരിയായി വരിക എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ ഡി പറയുന്നുണ്ടല്ലോ ഓരോരുത്തർ. വേറെ ഏതൊരു ഓപ്ഷൻ ഉണ്ടോ? യുഫ്തഹു നാഫിദത്തുൽ ബൈത്ത്, തുഫ്തഹു നാഫിദത്തുൽ ബൈത്ത്. ഏതായാലും ഇനി മജ്ഹൂലാക്കുമ്പോൾ ഏതായാലും ഇനി വലത് ഏതായാലും ഇനി ഉണ്ടാവില്ല, കാരണം ഫയൽ കളയണമല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് ഉത്തരം നോക്കാം. തുഫ്തഹു നാഫിദത്തുൽ ബൈത്ത് അവിടെ കൊടുത്തിട്ടുള്ളത് ശരിക്കും രണ്ടും പറ്റും അല്ലേ? നാഫിദത്ത് എന്നുള്ളത് എന്താണ്? നമ്മളെ ഇവിടെ നാഫിദത്തുള്ള മുഅന്നസാണല്ലോ, അത് മജാസിയ മുഅന്നസാണ്, അവിടെ രണ്ടും പറ്റും. നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിലേ നമ്മളെ മുമ്പ് വന്ന ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അതിൻ്റെ ആൻസർക്ക് കൊടുത്തിട്ടുള്ളത് തുഫ്തഹു എന്നുള്ളതാണ്. അപ്പോൾ നാഫിദത്ത് മുഅന്നസായതുകൊണ്ട് ഫീലിനെ അവിടെ മുഅന്നസാക്കണം എന്ന ഒരു
കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ചോദ്യം ചോദിച്ചിട്ടുണ്ടാവാം. ചോദ്യത്തിൽ എഫ്തഹു മുതക്കറാണല്ലോ, എഫ്തഹു. അതെ. പിന്നെ ആയിഫായിലായിട്ട് മുന്നത്ത് വരുമ്പോൾ അതിനനുസരിച്ച് പേരിന് എന്ത് ചെയ്യണം, മുന്നത്താക്കണം. അതുകൊണ്ട് ഞാൻ പരിഗണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിരിക്കും ആ ചോദ്യം ഉണ്ടാവാം. ഇതാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ആൻസർ കീയിൽ, തുഫ്തഹു നാഫിദത്തുൽ ബൈത്ത്. മറ്റൊരു ചോദ്യം, ലാ ഡേഷ് അൽ മുഅ്മിനു മിൻ ഹുജ്രി മറത്തേനി. ഒരു മുഅ്മിനായ മനുഷ്യന്, അതെ, ലാ യുൽദഉ എന്നാണ് അല്ലേ. ഓക്കെ, ലാ യുൽദഉ കടിക്കപ്പെടൂല മുഅ്മിനായ മനുഷ്യന് മിൻ ഹുജ്രിൻ ഒരു മാളത്തിൽ നിന്ന് മറത്തേൻ 2 തവണ. യുൽദഉ എന്നുള്ളത് മജ്സൂമാണ് അല്ലേ. ലാ എന്നത് നെഹീൻ്റെ ലാ ആണെങ്കിൽ ഓക്കെ, ലാ യുൽദഉ പറ്റും. ഇവിടെ ഇപ്പോൾ അങ്ങനെ യൽദഉ എന്നുള്ളത് അങ്ങനെ തന്നെയാണ്, മജ്സൂമാണ്. യൽദഉ എന്ന് വായിക്കുമ്പോൾ ഇതിന് ഫായിൽ വേണം. ഇവിടെ ഫായിൽ പറഞ്ഞിട്ടില്ല, മഫ്ഊല പറഞ്ഞില്ല, നായിബ് ഫായില പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ലൈസ മിനൽ മൻസുബാത്തി ഡാഷ്. ലൈസ മിനൽ മൻസുബാത്തി ഓക്കെ, ഫായിൽ. ഓക്കെ, അടുത്ത ചോദ്യം, ഇഖ്തരിൽ ഖതഅ മിനൽ ജുമലിൽ ആത്തിയ. ഇന്ന് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളല്ല, എന്നാലും പ്രാക്ടീസിന് വേണ്ടിയുള്ള ചോദ്യങ്ങളാട്ടോ. ഇഖ്തരിൽ ഖതഅ മിനൽ ജുമലിൽ ആത്തിയ. ഹിന്ദുന് ഖാമത്ത്, അൽ യദു ഉർത്തഫഅത്ത്, ജലസ ഫിൽ ഹൽഖത്തി ഫാത്തിമത്തു. ആണോ സർ? അല്ല, അയിന് എജിരിയാണോ സാറേ? അതെ, അൽ ഐനു യജ്രി എന്ന ഓപ്ഷനാണ് തെറ്റ്. ഹിന്ദു ഖാമത്ത് അവിടെ മുഅന്നസാക്കി നിർബന്ധമായ ഘട്ടമാണ്, മുഅന്നസാക്കിയിട്ടുണ്ട്. അല്യദ് ഉർത്തഫഅത്ത് എന്നുള്ളിടത്തും മജാസിയ മുഅന്നസിലേക്ക് ദമീർ മടങ്ങുന്നത് കൊണ്ട് മുഅന്നസാക്കണം. പിന്നെ ജലസ ഫിൽ ഹൽഖത്തി ഫാത്തിമത്തു, അവിടെ ഫാത്തിമ എന്നതിൻ്റെ ഇടയിൽ ഫിൽ ഹൽഖത്ത് വന്നതുകൊണ്ട് എന്ത് ചെയ്തു, ജലസ എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അൽ ഐനു യജ്രി എന്നുള്ളിടത്ത് ജാസിയ മുഅന്നസിലേക്ക് ദമീർ മടങ്ങുന്നത് കൊണ്ട് അവിടെ മുഅന്നസാക്ക് നിർബന്ധമാണ്. ഓക്കെ, ഇനി ഇഖ്തിൽ ഖതഅ മിനൽ ജുമലിൽ ആത്തിയ. മാ ഖാമ ഇല്ലാ ഫാത്തിമത്തു, ജാഅ ഫാത്തിമാത്തുൻ വഖാല നിസ്വത്തുൻ ഫിൽ മദീന, ജാഅ അൽ ഫവാത്തിമു. ഇതിലേതാണ് തെറ്റായ ജുംല? ഏതാണ്? ഡിയോ ആണോ? ആണോ? ഇത് തെറ്റ ജുംല വേണ്ട അല്ലേ. മാ ഖാമ ഇല്ലാ ഫാത്തിമത്തു എന്നുള്ളത് തെറ്റൊന്നുമില്ല. കാരണം മാ ഖാമ അഹദുൻ ഇല്ലാ ഫാത്തിമത്തു എന്ന തെവീലായതുകൊണ്ട് അവിടെ മുദക്കറാക്കാന്ന് പറഞ്ഞു. പിന്നെ ജാ ഫാത്തിമാത്തുൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുഅന്നസ് സാലിമാണ്. ജമ്മു മുഅന്നസ് സാലിമാകുമ്പോൾ 2 രൂപത്തിനും പറ്റുന്നല്ലേ പറഞ്ഞ നമ്മൾ അല്ലേ. ഓക്കെ, പിന്നെ വഖാല നിസ്വത്തുൻ ഫിൽ മദീന. അവിടെ നിസ്വത്ത് എന്നുള്ളത് ഇസ്മുജം ആണ്. അവിടെ കാലത്ത് ജാ അൽ ഫവാത്തിമു എന്നുള്ളിടത്തും സംഭവം ഇവിടെ തെറ്റായ ജുംലകളൊന്നും ഇല്ല. അതിന് തെറ്റായ ജുംലകളൊന്നും ഇല്ല അതിൽ. അപ്പോൾ ഫവാത്തിം ഫാത്തിമത്തിൻ്റെ ജമ്മാണ് ഫവാത്തിമ. അത് ജമ്മു തക്സീറാണ്. ജമ്മു തക്സീർ ആയാൽ കാമത്ത് ഹുനൂദുൻ, കാമ ഹുനൂദുൻ ഒക്കെ പറയാമല്ലോ. ജമ്മു തക്സീർ ആകുമ്പോൾ അതിനെ മുഅന്നസാക്കാനും മുദക്കറാക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ തെറ്റായ ഒന്നും ഇല്ല കേട്ടോ. ഇതിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി ഇതൊക്കെ അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇനിയിപ്പോൾ. അതൊക്കെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഇതിൽ സംശയങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.